ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന പേപ്പർ VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 NCA PH പാർഷ്യലി ഡഫ് ആലപ്പുഴ, കാസർഗോഡ് ഈ ജില്ലകളിലേക്ക് 26/8/2014 നടന്ന എക്സാമിൻ്റെ ജനറൽ നോളജ് ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 139/2014. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്. കുരുമുളകാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫുൾ HD കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു 2014 നടന്ന എക്സാമാണ്. അപ്പോൾ ക്ലാരിറ്റി കുറവുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് PSCൻ്റെ വെബ്സൈറ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാരിറ്റി കുറവാണ്. വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ HD കണ്ടു കഴിഞ്ഞാൽ വായിക്കാൻ കഴിയുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്? ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെ? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി ആയിരുന്നത്? പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദിയായിരുന്നത്. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏത്? ഗോതമ്പ്. ഗോതമ്പാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള. റാബി വിളകൾ ഓർത്തിരിക്കാനുള്ള ഒരു മെമ്മറി കോഡ് ഉണ്ട്. മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കും. അതായത് മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിരീതിയാണ് റാബി വിളകൾ. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിരീതിയാണ് റാബി വിളകൾ. പിന്നെ ഗോപബാലിക, അതിൽ ഗോ എന്നത് ഗോതമ്പ്, പ പയറ്, ബാലിക, ബാലികയിൽ ബ ബാർലി, ലി എന്നത് ലിൻസീഡാണ്, ക കടുക്, പുക പുകയില. ഇതെല്ലാമാണ് റാബി വിളകൾ. ഗോതമ്പ്, പയറ്, ബാർലി, ലിൻസീഡ്, കടുക്, പുകയില. മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കും. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിരീതിയാണ് ഗോതമ്പ്, പയറ്, ബാർലി, ലിൻസീഡ്, കടുക്, പുകയില. ഇതെല്ലാമാണ് റാബി വിളകൾ. ബക്രാനങ്കൽ നദീതട പദ്ധതി ഏത് നദിയിലാണ്? സത്ലജ്. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരു പ്രധാന ഇരുമ്പയിര് നിക്ഷേപ മേഖല ഏത്? ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഇരുമ്പയിർ നിക്ഷേപ മേഖല. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം ഏത്? മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ നിലവിൽ വന്ന നഗരം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഏറ്റവും പടിഞ്ഞാറ് ഗുജറാത്തും, ഏറ്റവും തെക്ക് തമിഴ്നാടും, ഏറ്റവും വടക്ക് ജമ്മു കാശ്മീരുമാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആരാണ്? ഷാജഹാൻ. ഷാജഹാനാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ ചക്രവർത്തി. അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി? തുളസീദാസ്. തുളസീദാസാണ് അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ഏത്? 1857. 1857 മീററ്റിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ദത്താവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ? ഡൽഹൌസി പ്രഭു.
ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ശില്പി. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയ മേഖല ഏത്? കൃഷി. കൃഷിക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത്? 1935. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. 1991 ശേഷം സർക്കാർ ലൈസൻസ് നൽകി പ്രവർത്തിച്ചു വരുന്ന ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ. പുത്തൻ തലമുറ ബാങ്കുകളാണ് 1991 ശേഷം സർക്കാർ ലൈസൻസ് നൽകി പ്രവർത്തിച്ചു വരുന്ന ബാങ്കുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിൻ്റെ ദേശസാൽക്കരണം നിലവിൽ വന്ന വർഷം ഏത്? 1972. 1972 ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിൻ്റെ ദേശസാൽക്കരണം നിലവിൽ വന്ന വർഷം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ രക്ഷാകവചമായ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഭൂമിയുടെ രക്ഷാകവചമായ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ആദ്യം വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യ ആദ്യം വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1972. 1972 ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ബഹിരാകാശ നിലയം ഏത്? സല്യൂട്ട് 1. സല്യൂട്ട് 1 പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ബഹിരാകാശ നിലയം. ചന്ദ്രയാൻ 1 എന്ന ചന്ദ്രപര്യവേഷണ വാഹന രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ ജി മാധവൻ നായർ. ഡോക്ടർ ജി മാധവൻ നായരാണ് ചന്ദ്രയാൻ 1 എന്ന ചാന്ദ്ര പര്യവേഷണ വാഹന രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ. സമുദ്രജലത്തിൻ്റെ ശരാശരി ലവണാംശം എത്രയാണ്? 3.5. 3.5 സമുദ്രജലത്തിൻ്റെ ശരാശരി ലവണാംശം. തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇവ. സിറസ്. സിറസ് മേഘങ്ങളാണ് തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. കാലികവാതത്തിന് ഒരു ഉദാഹരണം? മൺസൂൺ കാറ്റുകൾ. മൺസൂൺ കാറ്റുകളാണ് കാലികവാതത്തിന് ഒരു ഉദാഹരണം. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രതയ്ക്കുണ്ടാകുന്ന മാറ്റമെന്ത്? കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുകയാണ് ചെയ്യുക. അമ്ലമഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകം ഏത്? സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡാണ് അമ്ലമഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകം. പവിഴ ദ്വീപുകൾക്ക് നാശം സംഭവിക്കാനിടയാകുന്ന പ്രക്രിയ ഏതാണ്? അമ്ലവൽക്കരണം. അമ്ലവൽക്കരണമാണ് പവിഴ ദ്വീപുകൾക്ക് നാശം സംഭവിക്കാനിടയാകുന്ന പ്രക്രിയ. സുസ്ഥിര വികസനത്തിന് വിഘാതം ഉണ്ടാക്കാത്ത പ്രവർത്തനം കണ്ടെത്തുക. മഴവെള്ള സംഭരണം. മഴവെള്ള സംഭരണം സുസ്ഥിര വികസനത്തിന് വിഘാതമുണ്ടാക്കാത്ത ഒരു പ്രവർത്തനമാണ്. മറ്റ് വയൽ നികത്തൽ, തണ്ണീർത്തടങ്ങൾ നികത്തൽ, ജലം പാഴാക്കൽ ഇതെല്ലാം സുസ്ഥിര വികസനത്തിന് വിഘാതമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്.
ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 5. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. 1948 സ്ഥാപിതമായ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ഹോമി ജെ ബാബ. ഹോമി ജഹാംഗീർ ബാവയാണ് 1948 സ്ഥാപിതമായ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. പ്രപഞ്ചത്തിന്റെ പരിണാമം, ഘടന എന്നിവയെക്കുറിച്ച് വിവരണം നൽകുന്ന ശാഖ? കോസ്മോളജി. കോസ്മോളജിയാണ് പ്രപഞ്ചത്തിന്റെ പരിണാമം, ഘടന എന്നിവയെക്കുറിച്ച് വിവരണം നൽകുന്ന ശാഖ. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാക്കിയ UN ഉടമ്പടി? 1979. 1979 UN ഉടമ്പടിയാണ് സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാക്കിയ ഉടമ്പടി. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളുടെ കൂട്ടത്തിൽ പെടാത്തതേത്? സിറ്റിസൺ ഫോർ ഡെമോക്രസി. സിറ്റിസൺ ഫോർ ഡെമോക്രസി അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളുടെ കൂട്ടത്തിൽ പെടാത്ത ഒന്നാണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്ന്? ഡിസംബർ 10. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമാണ്. വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ്? 10. 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയത്? 10. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കി മാറ്റിയത്. ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത്? 2014 12 Years a Slave ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 2018 ദ ഷേപ്പ് ഓഫ് വാട്ടർ ആണ്. ദ ഷേപ്പ് ഓഫ് വാട്ടറിനായിരുന്നു 2018 മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ലോക്സഭ സെക്രട്ടറിയായി നിയമിതനായ മലയാളി? പി ശ്രീധരൻ. പി ശ്രീധരനായിരുന്നു ലോക്സഭ സെക്രട്ടറിയായി നിയമിതനായ മലയാളി. അണ്ടർ 90 ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം നേടിയ രാജ്യം? 2014 ദക്ഷിണാഫ്രിക്കയായിരുന്നു. എന്നാൽ 2018 ഇന്ത്യയാണ് കിരീടം നേടിയത്. അത് ഓസ്ട്രേലിയനെ തോൽപ്പിച്ച് ഇന്ത്യയായിരുന്നു 2018 കിരീടം നേടിയത് അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത് നേടിയത് ശേഷ് ആനന്ദ് മധുക്കാറാണ്. ശേഷ് ആനന്ദ് മധുക്കാർ. അദ്ദേഹം മഗധി ഭാഷയിൽ എഴുതിയ കൃതിക്കാണ് അവാർഡ് കിട്ടിയത്. ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഒരു ഭാഷയാണ് മഗധി ഭാഷ. ആ ഭാഷയിലെ കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. ബോളിവുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? മുംബൈയിലെ സിനിമാ വ്യവസായം. മുംബൈയിലെ സിനിമാ വ്യവസായമാണ് ബോളിവുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. പാരമ്പര്യേതര ഊർജ വിഭവങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത് ഏത്? ജലവൈദ്യുതി. ജലവൈദ്യുതി പാരമ്പര്യേതര ഊർജ വിഭവങ്ങളുടെ വിഭാഗത്തിൽ പെടാത്ത ഒന്നാണ്. സൗരോർജം, ജൈവവാതകം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ വിഭവങ്ങളാണ്. ഒളിമ്പിക്സ് ചിത്രത്തിൽ എത്ര വളയങ്ങളുണ്ട്? 5. 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്ന 5 വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഉള്ളത്. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതെന്ന്? ഏപ്രിൽ 1. ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ?
ഒക്ടോബർ, നവംബർ. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇടപ്പള്ളി. കൊച്ചി ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.